ഐഡിയേഴ്സ് അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ ഞാനൊരു ആനക്കയത്തുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുള്ള എപ്പീഷ്യ പിന്നെ ജസ്റ്റ് ഒരു കഷ്ണം ഞാൻ ആ ചട്ടിയിൽ ഒന്ന് വെച്ച് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൂവിട്ടിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് വീഡിയോ എടുത്തതാണ്. വേറെ കുറച്ച് സംഭവങ്ങളും ആ ചെടികളും വേറെ കുറച്ച് കാര്യങ്ങളും കൂടെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ കാണാൻ രസമല്ലേ? ഈ ഒരു പൂവ് ഇങ്ങനെ ചുവപ്പ് പൂ പച്ചതിൻ്റെ ഇടയിൽ ചുവപ്പ് പൂ ഇങ്ങനെ ഉണ്ടായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും ഒരു വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ എന്നൊക്കെ ഒരു മെമ്മറിയാണ് കേട്ടോ. കുറേ കഴിയുമ്പോഴേക്ക് നോക്കുമ്പോൾ ഒന്ന് ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. ഈ റോസ് ഞാൻ ആനക്കയത്ത് പോകുമ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ നല്ല പൂക്കളുണ്ടായിരുന്നു, അതൊക്കെ പോയി. പിന്നെ അതുപോലെ ഈ ഒരു അഗ്ലോണിമ പേരൊന്നും എനിക്കറിയില്ല, വെറൈറ്റി നെയിമൊന്നും അറിയില്ല. പക്ഷേ ഈ ഒരു സാധനം ഞാൻ വെറും 100 രൂപയ്ക്കാണ് വാങ്ങിയത്. ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. വേറെ ഒരുപാടുണ്ടായിരുന്നു, ഒന്നിച്ച് വാങ്ങാൻ പറ്റില്ലല്ലോ. ഇതിൽ ഈ തൈകളും കൂടെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ച് വാങ്ങിയാൽ ശരിക്കും ഞങ്ങളിത് വാങ്ങാൻ ഉദ്ദേശിച്ച് പോയതല്ല. അപ്പം കുറേ ചെടികൾ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അപ്പോഴിപ്പോൾ ഓരോന്നൊക്കെ വാങ്ങാനേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങി. ഇനി വേണമെങ്കിൽ പോയി വാങ്ങുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു അഗ്ലോണിമ വാങ്ങി, ഇതില്ലാത്ത ഒരു അഗ്ലോണിമ. അപ്പോൾ വേഗം തൈകളുമായി വരുന്നുണ്ട് കേട്ടോ. ഇലക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളൊന്നും കൂടെ കെയറിങ് ഒക്കെ കൊടുത്ത് ആക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറായിരിക്കും. പിന്നെ ആനക്കയത്തിലെ തൈകൾ അധികം ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് അവിടെ ഉള്ളത് കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങൾ കുറച്ചേ ഉള്ളൂ. ഈ അഗ്ലോണിമ തീരെ ഒരു ഇതായി വരുന്നില്ല കേട്ടോ. എൻ്റെ ചെടികളെ കൂടുതലൊരു ഉഷാറാവാത്തതാണത്. പിന്നെ ഈ ആനക്കയത്ത് കൂടുതലുള്ളത് നമുക്ക് തൈകളാണ് കൂടുതൽ. വളരെ വില കുറവാണ്. നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല വളമൊക്കെ ഇട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. ഇത് അവിടെ നിന്ന് തന്നെ വാങ്ങിയ ഒരു സ്റ്റാർ ഫ്രൂട്ട്, മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഒരു തൈയാണ്. ഇതൊക്കെ എന്താ അറിയില്ല, കൊണ്ടുവന്ന സമയത്ത് ഇളകിയിട്ടാണോ അറിയില്ല. ഇലയൊക്കെ ഒന്ന് പഴുക്കുന്നുണ്ട്, നല്ല മണ്ണിലേക്കൊന്ന് വെച്ച് കൊടുക്കണം എന്തായാലും. അപ്പോൾ നമ്മൾ അവിടുന്ന് വാങ്ങുന്ന ഈ മാത്തൈകളൊക്കെ നീലമാങ്ങൻ്റെ ഒരു മാവിൻ്റെ ഒരു തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ബഡ് ചെയ്ത. അപ്പോൾ അതിനൊക്കെ 100 രൂപ തന്നെ ഉള്ളൂ, 75 രൂപ. അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ ഉണ്ടോ അത് അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിത് നല്ല വളമൊക്കെ ഇട്ടെടുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് കുരുമുളക് ഇട്ടത്, കുറ്റി കുരുമുളക്. അപ്പോൾ നല്ലോണം കായകളുണ്ടായിട്ടുണ്ട്. ഇനിയിത് എന്താ പറയുക, ഞാൻ ബാക്ക് സൈഡിൽ എടുത്ത് കൊണ്ടുവന്ന് വെച്ചത്, മുന്നിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ അവിടെ വെയിൽ കൂടിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. കാരണം അധികം വെയിലാവുമ്പം ഇലയൊക്കെ പഴുത്തു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഉഷാറാവും. ഞാൻ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടുന്നില്ല. എപ്പോഴെങ്കിലും എല്ലുപൊടി എന്തെങ്കിലും ഇട്ട് കൊടുക്കുക, അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, എല്ലാത്തിനും കൂടെ ടൈം കിട്ടുന്നില്ല. സംഭവം അതാണ്, എല്ലാം കൂടെ ആയിട്ട് ഒരു സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് വല്ലാണ്ട് കായലില്ലാത്തത്. ഇപ്പം എന്നാലും ശരി, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് ഇതിമ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുക കേട്ടോ. ഓൾറെഡി ഫസ്റ്റ് ടൈം ഉണ്ടായത് ഞാൻ പറിച്ച് ഉണക്കി വെച്ചത് എൻ്റെ കയ്യിലുണ്ട്. അപ്പം കണ്ടോ, നല്ല തോക്കയൊക്കെ ഒന്നും കൂടെ നമ്മൾ നോക്കുകയാണ്, ഉഷാറായിട്ട് വരും. പിന്നെ എൻ്റെ കയ്യിലുള്ള പുതിയൊരു ബോഗൺവില്ലയാണ് ഇട്ടത്. ഇത് ഞാൻ വാങ്ങിയതൊന്നുമല്ല, ഞാൻ വയനാട്ടിൽ പോയ സമയത്ത് ഒരു കൊമ്പ് ഒടിച്ച് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. റോഡ് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഫുള്ള് ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ ഈ ഒരു ബോഗൺവില്ലയും കൂടെ മുട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ മുൻഭാഗത്തൊക്കെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ടാണ് നല്ല ഉഷാറിലുള്ളത്. പിന്നെ ഇതൊക്കെ നേരത്തെ വീഡിയോയിൽ തന്നെ കാണിച്ചതാണ്. അപ്പോൾ ആനക്കയത്ത് അടുത്തുള്ളവരൊക്കെ എന്തായാലും ആനക്കയത്ത് പോയിട്ടുണ്ടാവും. കുറച്ച് ദൂരമുള്ളവർക്കായാലും എന്തായാലും വന്നാൽ നഷ്ടമൊന്നും ആവില്ല കേട്ടോ. നമുക്ക് പോയി നോക്കുകയാണെങ്കിൽ കുറേ തൈകൾ പർച്ചേസ് ചെയ്യാം. പിന്നെ എൻ്റെ കാലാപ്പാടി മാത്തിയാണ് ഇട്ടത്. അതുപോലെ ചാമ്പ, തായ് ചാമ്പ, പിന്നെ ഒരു പേര, അതുപോലെ ഒരു സീതപ്പഴം ഒക്കെ ഉഷാറായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. എന്തായാലും ഇതിന് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നടുന്ന വീഡിയോ. പിന്നെ ഇതെന്താണ്, കുക്കുലാറ്റ എന്തോ ഒരു പേര് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലൻ്റെ വലിപ്പം നോക്ക്. പക്ഷെ അത് ഞാൻ മണ്ണിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് അവിടെ കിഴങ്ങൊന്ന് ചാരി വെച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഇലൻ്റെ വലിയ ഇലയായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ശരിക്കും കുഴിച്ചിട്ടത് പോലും ഇലകൾക്ക് ഇത്ര ഉഷാറില്ല. അപ്പോൾ കുറച്ച് അഗ്ലോണിമയൊക്കെ ഞാൻ ഈ സൈഡിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട് ഇവിടെ കയറി പോകാൻ വേണ്ടിയിട്ടൊരു വല ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കയറിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഇതിനെ ഞാൻ ശരിക്കും കുഴിച്ചിട്ടൊരു കുക്കുലാറ്റ കലേഡിയത്തിൽ പെട്ടൊരു സാധനം തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ
നമ്മളെ റോസ് കണ്ടോ എത്രയേ പൂവിട്ടത്. ഇത് നിലത്ത് ഞാൻ ജസ്റ്റ് കുത്തിയിട്ടതാണ് കേട്ടോ. ഇതിന് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അന്ന് മുട്ടയായിരുന്നു ഉണ്ടായത്. ചട്ടിയിൽ വെച്ച് ഇത്രയൊന്നും ഉഷാറില്ല. അവിടെ കണ്ടിട്ടുള്ള ആ ഒരു ചേമ്പാണ് ഇത്. ഈ ഇല കണ്ടോ, അതെന്ത് ഡിഫറൻസ് ആല്ലേ. പിന്നെ ഈ ഒരു ഹാങ് ചെയ്ത് ഈ ചെടിയും കൂടെ പൂവിടുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടാവും പൂവിട്ട് കഴിഞ്ഞാൽ കാണാൻ. ഇതൊക്കെ പിന്നെ ജസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ എടുത്തതെന്നുള്ളൂ, കാണാനൊരു ഭംഗി തോന്നിയപ്പോൾ. എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നോട് കുറേ പേര് ചെടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ അയച്ചു കൊടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അയക്കാത്തത് കേട്ടോ. എനിക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അയക്കാത്തത്. ഇൻഷാ അല്ലാഹ് ഒക്കെ സെറ്റാക്കാം.